നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ താലൂക്ക് തല ആധാർ അദാലത്തിന് ആദ്യ ദിവസം വൻ തിരക്ക്. ഇടവെട്ടിച്ചിറയിൽ അന്താരാഷ്ട്ര ജല സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി. പെരുമഴക്കാലത്തും വെള്ളം വറ്റി ഇടവെട്ടിച്ചിറ. തകർന്ന മണക്കാട് മടക്കത്താനം തൂക്കുപാലം പഞ്ചായത്ത് തന്നെ പുഴയിൽ നിന്ന് നീക്കം ചെയ്യുന്നു. താൽക്കാലികമായി വള്ളക്കടത്ത് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. തൊടുപുഴ താലൂക്ക് തല ആധാർ അദാലത്തിന് ആദ്യ ദിവസം വൻ തിരക്ക്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലാണ് ആധാർ അദാലത്ത് നടക്കുന്നത്. എൻറോൾ ചെയ്യുന്നതിനും തെറ്റ് തിരുത്തുന്നതിനും വൻ തിരക്കാണ് ആദ്യ ദിവസം അനുഭവപ്പെട്ടത്. ഈ മാസം 23 വരെ അദാലത്ത് തുടരും. അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം താലൂക്ക് അദാലത്തിൽ PT തോമസ് MP നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷനായിരുന്നു. തഹസിൽദാർ ജോയി കുര്യാക്കോസ്, ഡെപ്യൂട്ടി തഹസിൽദാർ VE അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാത്തരം ആനുകൂല്യങ്ങളും ലഭ്യമാകുന്ന ഏറ്റവും ആധികാരികമായ ഒരു രേഖയായി ആധാർ കാർഡ് മാറിയിരിക്കുകയാണ്. ആധാർ കാർഡ് എടുക്കുന്നതിനും പുതുക്കുന്നതിനും ധാരാളം സമയം അനുവദിച്ച് പലർക്കും അതിന് കഴിയാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ 3-4 ദിവസം ഇവിടെയും മറ്റു താലൂക്കുകളിലും ഏർപ്പെടുത്തുന്ന ഈ പദ്ധതിയിലൂടെ ആധാർ കാർഡ് പുതുതെടുക്കാനും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും ഭേദഗതി വരുത്താനും ഒക്കെയുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. അത് നല്ല നിലയിൽ ആളുകൾ ഉപയോഗപ്പെടുത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ അടക്കം സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ആധാർ കാർഡിനെ ബേസ് ചെയ്ത് വരുന്നത് കൊണ്ട് ഏറ്റവും ആധികാരികമായ രേഖയായി ആധാർ കാർഡിനെ കണക്കാക്കി എല്ലാവരും അത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇടവെട്ടിച്ചിറയിൽ അന്താരാഷ്ട്ര ജല സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി. 80 ലക്ഷം രൂപ മുടക്കിയെങ്കിലും നിർമ്മാണത്തിന്റെ ഒരു ഘട്ടം പോലും പൂർണ്ണമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയതോടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇടവെട്ടിച്ചിറ പെരുമഴക്കാലത്ത് പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലുമായി. ഇടുക്കി ജില്ലയിൽ ഏറ്റവും വിസ്തൃതിയുള്ള സ്വാഭാവിക ജലാശയമായി ഇടവെട്ടിച്ചിറ അന്താരാഷ്ട്ര ജല സ്റ്റേഡിയമാക്കാനുള്ള പദ്ധതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. 3.5 ഏക്കറുള്ള ചിറയും 30 ഏക്കർ വിസ്തൃതിയുള്ള സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭൂമിയും ഉൾപ്പെടുത്തി ജല സ്റ്റേഡിയം നിർമ്മിക്കുകയായിരുന്നു പദ്ധതി. അന്നത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി M വിജയകുമാറും PWD വകുപ്പ് മന്ത്രിയായിരുന്ന PJ ജോസഫും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത്. 80 ലക്ഷം രൂപ മുടക്കിൽ സ്റ്റേഡിയത്തിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു. 2006 നവംബർ 19 ഉദ്ഘാടനം ചെയ്ത പദ്ധതി ചിലർ രാഷ്ട്രീയ വിവാദത്തിൽ കുരുക്കുകയായിരുന്നു. മറ്റെങ്ങുമില്ലാത്ത വിധം മണ്ണെടുപ്പ് പോലും വിവാദമാക്കിയിരുന്നു. നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ ഉന്നയിക്കുകയും മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. ചിറയുടെ സംരക്ഷണ ഭിത്തികളും വില്ലേജ് ഓഫീസിലേക്കുള്ള റോഡും നിർമ്മാണത്തിൻ്റെ ഭാഗമായി പൊളിച്ചു നീക്കിയിരുന്നു. ഇതോടെ ചിറയിൽ വെള്ളവും നിൽക്കാതായി. തുടർന്ന് എല്ലാവിധ നിർമ്മാണവും നിലയ്ക്കുകയായിരുന്നു. ഇതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇടവെട്ടിച്ചിറയുടെ ഇന്നത്തെ സ്ഥിതി. ഇടവെട്ടി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ ചിറയുടെ വികസനവും തൊട്ടടുത്ത് കിടക്കുന്ന 38 ഏക്കർ വിസ്തൃതിയുള്ള സോഷ്യൽ ഫോറസ്റ്റ് വക ഭൂമിയും ഉപയോഗപ്പെടുത്തി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാട്ടർ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും സ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാന്യനായ PJ ജോസഫ് സാറും സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്ന വിജയകുമാർ സാറും തിരുവനന്തപുരത്ത് വെച്ച് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായി വാട്ടർ സ്റ്റേഡിയത്തിൻ്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് പൂർത്തീകരിക്കുകയും ചെയ്തു. ത്രിതല പഞ്ചായത്തുകൾ MP MLA അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് ഈ 82 ലക്ഷം രൂപ മുടക്കി നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. 3.5 ഏക്കറോളം വിസ്തൃതി ഉണ്ടായിരുന്ന നിറയെ വെള്ളം കിടന്നിരുന്ന ഈ ചിറ ഈ മഴക്കാലത്ത് പോലും വറ്റി വരണ്ട് ഒരു തുള്ളി വെള്ളം നിൽക്കാത്ത സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. ആളുകൾ പശുക്കളെ വളർത്തുന്നതിന് പുല്ല് വളർത്തുന്ന രീതിയിലേക്ക് ജില്ലയിലെ ഏറ്റവും വലിയ ഈ ജലസ്രോതസ് ഇന്ന് മാറിയിരിക്കുന്നു.
വളരെ അടിയന്തിരമായി ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതി പൂർത്തീകരിക്കുവാൻ നടപടി സ്വീകരിക്കണം. രാഷ്ട്രീയ വിവാദങ്ങൾ കുരുക്കിയതോടെ ജില്ലയ്ക്ക് നഷ്ടമായത് അന്താരാഷ്ട്ര നിലവാരമുള്ള ജലസ്റ്റേഡിയം മാത്രമല്ല, ജില്ലയിലെ ഏറ്റവും വലിയ സ്വാഭാവിക ജലാശയം കൂടിയാണ്. തകർന്ന മണക്കാട് മടക്കത്താനം തൂക്കുപാലം പഞ്ചായത്ത് തന്നെ പുഴയിൽ നിന്ന് നീക്കം ചെയ്യുന്നു. മണക്കാടിനെയും മടക്കത്താനത്തെയും ബന്ധിപ്പിച്ച് താൽക്കാലികമായി വള്ളക്കടത്ത് ആരംഭിക്കുന്നതിനാണ് പുഴയ്ക്ക് കുറുകെ കിടക്കുന്ന പാലം നീക്കം ചെയ്യുന്നത്. നാട്ടുകാരുടെ സഹകരണത്തോടെ മണക്കാട് ഗ്രാമപഞ്ചായത്ത് തന്നെ നീക്കം ചെയ്യൽ ജോലി നടത്തുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് പാലം കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം 3 ദിവസമായി തുടരുന്നു. പാലത്തിൽ മരവും മറ്റ് അവശിഷ്ടങ്ങളും കുരുങ്ങിക്കിടക്കുന്നത് മൂലം സാവധാനത്തിലാണ് ജോലി പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 5-നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തടികളും മാലിന്യങ്ങളും അടിഞ്ഞ പാലം തകരുകയായിരുന്നു. മണക്കാടും മടക്കത്താനവും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരങ്ങൾക്കാണ് പ്രയോജനം ചെയ്തിരുന്നത്. നോക്കിക്കണേ കാലിലേക്ക് കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ്, NSS എന്നിവർക്ക് വേണ്ടി അവധിക്കാല മിനി ക്യാമ്പ് ആരംഭിച്ചു. PT തോമസ് MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ദാമോദരൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി, സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാൻലി കുന്നേൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വളരെ സുദീർഘമായ സേവനം നടത്തുന്ന ആളുകളാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ, അതുപോലെ തന്നെ റെഡ് ക്രോസിന്റെ കുട്ടികൾ. ഇവരുടെയെല്ലാം ഈ സാന്നിധ്യം നമ്മുടെ ഈ സ്കൂളിൽ തന്നെ പുതിയ ഒരു നിറപ്പൊരുട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. NCCയുടെ ഒരു ഓഫീസറെ കൂടെ നിയമിച്ചാൽ NCCയുടെ കാര്യങ്ങളും കുറെ കൂടി ഭംഗിയായി നടക്കും. ആ കാര്യങ്ങളും MP എന്ന നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നറിയിക്കാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. സ്റ്റുഡന്റ് പോലീസും ഇതുപോലെ തന്നെയുള്ള മറ്റ് സംഘടനകളും പഠനത്തോടൊപ്പം ഏറ്റവും ഉത്തരവാദിത്വപൂർവമായി ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ബാധ്യതയുള്ളവരാണ് തങ്ങൾ. ഈ സമൂഹത്തെ നാളെ നയിക്കേണ്ടവരാണ് തങ്ങൾ. കേവലം തൊട്ടാവാടികളായി വളരേണ്ടവരല്ല തങ്ങൾ എന്ന ചിന്ത നമ്മുടെ കുട്ടികളിൽ രൂഢമൂലമായി വളർത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലും പരിസരത്തുമുള്ള നിരവധി പ്രശ്നങ്ങൾ, നിങ്ങൾ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള നിരവധി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ ധാരാളമായി ഇടപെടാൻ കുട്ടികൾക്ക് അവസരമുണ്ടാവും. കുട്ടികൾ അതിനൊക്കെ ഒരു മാതൃക കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ, പ്രതിബദ്ധതയോടെ മുന്നോട്ട് പോകാനൊക്കെ ഈ ക്യാമ്പുകളിൽ കിട്ടുന്ന ട്രെയിനിങ് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന കാര്യം സംശയമില്ല. വെളിയം ഭാർഗവന്റെ നിര്യാണത്തിൽ PT തോമസ് MP അനുശോചിച്ചു. സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പോകാത്ത ഉത്തമനായ പൊതുപ്രവർത്തകനായിരുന്നു വെളിയം. ഇടതുപക്ഷക്കാർക്കിടയിലെ വ്യത്യസ്തനായ അദ്ദേഹത്തെ ഏവരും ആദരിച്ചിരുന്നതായി PT തോമസ് MP പറഞ്ഞു. ഓണോത്സവം 2013ന്റെ ഭാഗമായി തൊടുപുഴയിൽ സ്കൂൾ കുട്ടികൾക്കുള്ള ചെസ് മത്സരം നടത്തി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ബേബി കൊറ്റാഞ്ചേരി, P വേണു, PS മോഹൻദാസ്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രകാശ് എന്നിവർ സംസാരിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്.
ഓണോത്സവിന്റെ ഭാഗമായുള്ള വടംവലി മത്സരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1-ന് തൊടുപുഴ അമ്പലം ബൈപ്പാസിൽ നടക്കും. വൈകിട്ട് 6-ന് മുനിസിപ്പൽ പാർക്കിൽ നടത്തും എന്നറിയിച്ചിരുന്ന കലാസന്ധ്യ മഴ മൂലം മുനിസിപ്പൽ മൈതാനിയിൽ നടത്തും. ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ ഉദ്ഘാടനം ചെയ്യും. മണക്കാട് ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, ബാലസഭ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണപ്പറവകൾ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ബാലപഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു സോമൻ അധ്യക്ഷനായിരുന്നു. ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നടക്കുന്ന ആശംസാ പ്രസംഗത്തിനോടൊപ്പം തന്നെ കുട്ടികളുടെ വിവിധ പ്രോഗ്രാമുകൾ, മത്സരങ്ങളല്ല, ഓരോ കഴിവുകളും, അവരിൽ ജനിച്ചിട്ടുള്ള ഓരോ കഴിവുകളും ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു കൂടുതൽ ഇച്ഛാശക്തി ആ രംഗത്ത് കൈവരിക്കാൻ കഴിയുന്ന ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പഴയ സ്നേഹവും സാഹോദര്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയെ വിളിച്ചോതുന്ന നിലയിലേക്കാണ് നമ്മുടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യവും സമത്വവും അല്ലെങ്കിൽ സത്യവും നീതിയും ഉണ്ടായിരുന്ന കാലഘട്ടം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കള്ളവും ചതുവും ഇല്ലാതിരുന്ന കാലഘട്ടത്തെ പറ്റി നമുക്ക് ഇപ്പോഴാണ് ശരിക്കും ഓർമ്മ വരിക. കാരണം ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നതെല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുട്ടികൾ പോലും സമൂഹത്തിൽ നിന്ന് വഴിതെറ്റി പോകുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ഒട്ടേറെ സാമൂഹ്യ രംഗം വളരെയധികം അധപ്പതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസപരമായി നമ്മൾ ഒട്ടേറെ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും പുതിയ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി, മറ്റ് ദുശീലങ്ങൾക്കൊക്കെ അടിമയായി മാറുന്ന ഒരു പുതിയ സംസ്കാരത്തിലേക്ക് വഴിമാറുമ്പോൾ ഓരോ കുടുംബങ്ങളിലും നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും തമ്മിലുള്ള ബന്ധം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകൾ നമുക്ക് കാണാൻ കഴിയും. പണം വെച്ച് ചീട്ടുകളി നടത്തിവന്ന സംഘം പോലീസ് പിടിയിലായി. ഈസ്റ്റ് കലൂർ പയ്യാവിൽ നിന്ന് 8 അംഗ സംഘമാണ് പിടിയിലായത്. 32,000 രൂപയും പിടിച്ചെടുത്തു. തൊടുപുഴ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഡിവൈഎസ്പിയുടെ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. തൊടുപുഴ നഗരസഭ 14-ാം വാർഡ് സഭ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1:30-ന് മുതലക്കോടം സെന്റ് ജോർജ് UP സ്കൂളിൽ ചേരും. 16, 17, 18 വാർഡ് സഭകൾ ശനിയാഴ്ച 2:30-ന് കുമ്പങ്കല്ലം BTM LP സ്കൂളിൽ ചേരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ താലൂക്ക് തല ആധാർ അദാലത്തിന് ആദ്യ ദിവസം വൻ തിരക്ക്. ഇടവെട്ടിച്ചിറയിൽ അന്താരാഷ്ട്ര ജല സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി. പെരുമഴക്കാലത്തും വെള്ളം വറ്റി ഇടവെട്ടിച്ചിറ. തകർന്ന മണക്കാട് മടക്കത്താനം തൂക്കുപാലം പഞ്ചായത്ത് തന്നെ പുഴയിൽ നിന്ന് നീക്കം ചെയ്യുന്നു. താൽക്കാലികമായി വള്ളക്കടത്ത് ആരംഭിക്കും. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.